ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്റർ MA ഹിസ്റ്ററിയിലെ ഇൻട്രൊഡക്ഷൻ ടു ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ പേര് പ്രാദേശിക ചരിത്ര മാതൃകകളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഫെമിലിയറൈസിംഗ് മോഡൽസ് എന്നുള്ളതാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. ഓക്കെ, ഈ പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് ഇതിന്റെ ഈ പ്രാദേശിക ചരിത്ര പഠനത്തിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ രീതിശാസ്ത്രങ്ങളും അല്ലെ, അതിന്റെ മെത്തഡോളജി എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം അല്ലെ, എന്താണ് പ്രാദേശിക ചരിത്ര മാതൃക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രദേശത്തെ കുറിച്ച്, ആ പ്രദേശത്തെ ആളുകളെ കുറിച്ചും അവിടെ നിലനിൽക്കുന്ന സംസ്കാരങ്ങളെ കുറിച്ചും അവിടെ നിലനിൽക്കുന്ന ജനവിഭാഗങ്ങളെ കുറിച്ചും അവിടെ നിലനിൽക്കുന്ന വ്യക്തികളെ കുറിച്ചുമെല്ലാം പഠനം നടത്തുന്ന പഠന മാതൃകയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണിത് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളത് അല്ലെ. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആളുകളുടെ ചരിത്ര പഠനമാണ് ലോക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ പ്രധാന വിഷയമായി കണ്ടെത്തുക. ചരിത്ര മേഖലയിൽ നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ സമൂഹത്തിലെ ഉന്നത വിഭാഗങ്ങൾക്കും രാഷ്ട്രീയപരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അത്തരത്തിൽ ആഭ്യന്തര തലത്തിൽ നിലനിൽക്കുന്ന ചരിത്ര വിഭാഗങ്ങളെ കുറിച്ചും രാജകുടുംബങ്ങളെ കുറിച്ചും ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചും മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ചരിത്രകാരന്മാർ ചരിത്ര ശേഖരണം അല്ലെങ്കിൽ ചരിത്ര വിവരണം നടത്തിയിരുന്നത്. എന്നാൽ പിൻകാലത്ത് മാർക്ക് ബ്ലോക്കിനെ പോലെയുള്ള ആളുകളുടെ അനാലിസിസ് സ്കൂൾ എന്ന് പറയപ്പെടുന്ന സംവിധാനങ്ങളുടെ എല്ലാം കടന്നുവരവോട് കൂടിയിട്ട് ചരിത്ര രചനാ രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങൾക്ക് പിന്നാലെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെയും പ്രാദേശികപരമായി നിലനിൽക്കുന്ന സംസ്കാരങ്ങളെയും കുറിച്ചെല്ലാം ചരിത്രകാരന്മാര് പഠനം നടത്താൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായി വന്ന ചരിത്ര സംഭവങ്ങളും ചരിത്ര വിവരണങ്ങളും അതിന്റെ ചരിത്ര ശേഖരണങ്ങൾ എങ്ങനെയായിരുന്നു വിവരിക്കുന്നത് എന്നുള്ളതുമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് റിസർച്ച് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ് ഇത്തരത്തിൽ ലോക്കൽ ഹിസ്റ്ററി പഠിക്കുന്നതിന് നമുക്ക് ആവശ്യമായ സോഴ്സസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്? അതിൽ ആദ്യത്തേത് ചരിത്രപരമായ പശ്ചാത്തലങ്ങളാണ്, മറ്റൊന്ന് വാമൊഴി സ്രോതസ്സുകളാണ്, മറ്റൊന്ന് ലൈബ്രറി വിഭാഗങ്ങളും ഔദ്യോഗിക രേഖകളുമാണ്. എന്താണ് ചരിത്രപരമായ പശ്ചാത്തലം? നമ്മുടെ നാട്ടിലെ ഒരു പഴയ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുന്ന സമയത്ത് അവരുടെ പശ്ചാത്തലം എന്തായിരുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കും അല്ലെ. ഒരു ആദിവാസി വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠനം ആണെങ്കിൽ ആ വിഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു, ആ വ്യക്തിയുടെ സമൂഹത്തിന് നൽകപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കും. അതാണ് ആദ്യത്തെ സ്രോതസ്. രണ്ടാമത്തെ സ്രോതസ്സായി പറയുന്നത് വാമൊഴി ചരിത്രങ്ങളാണ്. എന്താണ് വാമൊഴി സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഓറൽ സോഴ്സസ് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒരു വിഭാഗത്തെക്കുറിച്ച് പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞു വരുന്ന ചില ചരിത്ര സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ നാട്ടിലെ മുൻഗാമികളായ ആളുകൾ നമ്മുടെ പ്രദേശത്തെ കുറിച്ച് നമുക്ക് ചില ചരിത്രങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ മുൻഗാമികളായിരുന്ന ആളുകളിൽ നിന്നും കേട്ടിരുന്ന ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകൾ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ലെ. വലിയപ്പാരുടെ കാലത്തുള്ള അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു വന്നിരുന്ന കഥകളെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പരമ്പരാഗതമായി ഇങ്ങനെ തുടർന്ന് പോരുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. അതിന് ഒരു ഉദാഹരണം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന പഴയ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ മുതിർന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കും അല്ലെ, എന്തായിരുന്നു നിങ്ങളുടെ കുടുംബ ചരിത്രം? അപ്പോ അവര് പരമ്പരാഗതമായി തുടർന്ന് വന്നുകൊണ്ടിരുന്ന ചരിത്രങ്ങൾ ഉണ്ടാവും അല്ലെ. അതിന് പറയപ്പെടുന്ന പേരാണെന്ത്? ഓറൽ ഹിസ്റ്ററി അല്ലെങ്കിൽ വാമൊഴി ചരിത്രം. അതെന്താണ്? ഇതിന്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ഓറൽ സോഴ്സസിന് അല്ലെങ്കിൽ വാമൊഴി സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. മറ്റൊരു സ്രോതസ് എന്താണെന്ന് നോക്കാം. ലൈബ്രറി വിഭാഗങ്ങളാണ് അല്ലെ. നമ്മുടെ നാടുകളിലെ എല്ലാ നാടുകളിലും ലൈബ്രറികൾ ഉണ്ടാകാം. പക്ഷെ പല ചരിത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായ നമുക്ക് നമ്മുടെ നാട്ടിൽ ലൈബ്രറി എവിടെയാണെന്ന് അറിയില്ല അല്ലെ.
ഇത്തരത്തിൽ ലൈബ്രറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സുകൾ എന്തിനുദാഹരണമാണ്? ഇത്തരത്തിലുള്ള സോഴ്സസ് ഓഫ് റിസർച്ച് ഇതില് ഈ പറയുന്ന ലോക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്രോതസ്സുകളിൽ ഒന്നാണ് എന്ത്? ലൈബ്രറി വിഭാഗങ്ങൾ. അല്ലെ, നമ്മുടെ നാട്ടിലെ ലൈബ്രറികളിൽ കൂടുതലായിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കേരളീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്രോതസ്സുകളാണ് നമ്മുടെ നാടുകളിലെ ലൈബ്രറികളിൽ നിന്ന് ലഭിക്കുക. അതെന്തിനുദാഹരണമാണ്? ഈ പ്രാദേശിക ചരിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉറവിടമായിട്ട് നമുക്ക് എന്തിനെ കാണാം? ലൈബ്രറികളെ കാണാം. ഇനി അതിന്റെ ഒരു ഉദാഹരണം കൂടെ നമുക്ക് പരിശോധിക്കാം. ഞാൻ എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര വിവരണം ഇങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലെ ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറി നമ്മളോട് പറയും അല്ലെ, നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട കിടക്കുന്ന പുസ്തകങ്ങളാണ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ലിസ്റ്റ് നമുക്ക് തരാറുണ്ട്. അപ്പൊ ആ ലിസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത്തരത്തിലുള്ള പ്രാദേശിക പഠനത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം അല്ലെങ്കിൽ നമ്മുടെ കണ്ടെത്തലുകൾക്ക് വേഗം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലൈബ്രറി വിഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? വലിയ രീതിയിലുള്ള ബാക്ക് സപ്പോർട്ട് നൽകും അല്ലെ. ഇനി മറ്റൊരു വിഭാഗമാണിത് ഔദ്യോഗിക രേഖകൾ. എന്താണ് ഔദ്യോഗിക രേഖകൾ? നമ്മുടെ നാട്ടിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളിൽ നമ്മൾ പോകും അല്ലെ. പഞ്ചായത്തുകളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്റെ നാട്ടിൽ എന്റെ പ്രദേശത്തിന്റെ ഒരു രേഖാചിത്രം അല്ലെങ്കിൽ എന്റെ നാടിന്റെ ഒരു വിവരണം ഒന്ന് തരുമോ എന്ന് ചോദിക്കും. അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവും എന്ത്? ഒരു നാട്ടിൽ എത്ര പുഴകളുണ്ട്, എത്ര തോടുകളുണ്ട്, എത്ര കുളങ്ങളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര മതസ്ഥാപനങ്ങളുണ്ട്, എത്ര വീടുകളുണ്ട്, എത്ര ആളുകളുണ്ട്, എത്ര സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു പ്രദേശത്തെ കുറിച്ചിട്ടുള്ള വലിയൊരു ചരിത്രം മുഴുവൻ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത്തരത്തിലുള്ള ഔദ്യോഗിക രേഖകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഒരു പ്രദേശത്ത് ആദ്യകാലത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ്? ചില ആളുകളുടെ കുടുംബ പേരുകൾ നോക്കിയാൽ മതി അല്ലെ. പഴയ കാലത്ത് നാട്ടിലുണ്ടായിരുന്ന പേരുകളും പിൻകാലത്ത് നാടുകളിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകളുടെ പേരുകളും നോക്കുമ്പോൾ വലിയ അന്തരം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ നാടുകളിൽ ആദ്യ കാലങ്ങളിൽ എത്ര ആളുകൾ വസിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ വസിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തിൽ നിന്നും സാധിക്കും? ഔദ്യോഗികപരമായ രേഖകളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. ഇതിന് പ്രധാനമായിട്ട് പറയപ്പെടുന്ന ഒരു പേരാണ് ഈ പറയപ്പെടുന്ന ഒഫീഷ്യൽ സോഴ്സസ് അല്ലെ. ഇതിനെ പറയപ്പെടുന്ന പേരാണ് ഒഫീഷ്യൽ സോഴ്സസ്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? സോഴ്സസ് ഓഫ് റിസർച്ച്. ഇതിലെ ഈ പറയപ്പെടുന്ന ലോക്കൽ ഹിസ്റ്ററിയിലെ സോഴ്സസ് ഓഫ് റിസർച്ചിന് ഉദാഹരണമാണ്. നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ചരിത്രപരമായ പശ്ചാത്തലങ്ങളാണ്, മറ്റൊന്ന് വാമൊഴി സ്രോതസ്സുകളാണ്, മറ്റൊന്ന് ലൈബ്രറി വിഭാഗങ്ങളും, അതോടൊപ്പം തന്നെ ഔദ്യോഗിക രേഖകളുമാണ് അല്ലെ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗം ഈ കോണ്ടക്ച്വൽ അപ്രോച്ചസ് അഥവാ സന്ദർഭോചിതമായ സമീപനങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെ. ഒരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ചരിത്ര പ്രദേശത്തെ കുറിച്ച്, ഒരു പ്രത്യേക സ്ഥലത്തെയും അവിടുത്തെ സമൂഹത്തെയും കുറിച്ച് ധാരണയ്ക്ക് എന്തൊക്കെ രീതിയിലുള്ള സംഭാവനകളാണ് ഈ പ്രദേശം അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള സംഭവ വികാസങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തെ ഈ ഒരു രീതിയെ നമ്മൾ പറയപ്പെടുന്ന പേരാണത് ഈ കണ്ടക്ച്വൽ അപ്രോച്ചസ് എന്നുള്ളത് അല്ലെ. നമ്മൾ ഈ പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു ആര്? മാർക്ക് ബ്ലോക്ക്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ആരായിരുന്നു മാർക്ക് ബ്ലോക്ക്? അദ്ദേഹത്തിന്റെ സംഭാവനകൾ, ഈ പറയുന്ന ലോക്കൽ ഹിസ്റ്ററിയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണിത് An Essay on Its Basic ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം തന്റെ ഈ ഒരു പറയപ്പെടുന്ന ചരിത്ര വിവരണം നൽകുന്നത്. ഇതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററിയാണ്. ഫ്രാൻസിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രത്യേക കാലഘട്ടങ്ങളിലെ ചരിത്ര വിവരണമായിരുന്നു പ്രധാനമായിട്ടും മാർക്ക് ബ്ലോക്കിന്റെ ഈ പറയപ്പെടുന്ന An Essay on Its Basic Characteristics എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് അദ്ദേഹം പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. ലോകത്തിന് മുന്നിൽ അനൽസ് സ്കൂൾ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ചരിത്രകാരനാണ് മാർക്ക് ബ്ലോക്ക്. ആ കാലം അത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗത്തെ കുറിച്ചും ഉന്നത കുലത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചും
രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറിച്ചും അന്താരാഷ്ട്ര ചരിത്ര വിവരണങ്ങളെ കുറിച്ചും മാത്രമായിരുന്നു അക്കാലം അത്രയും ചരിത്രകാരന്മാർ ചരിത്രത്തെ കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, മറ്റൊരു തരത്തിൽ കൂടെ ചരിത്ര രചനയെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ചരിത്രകാരൻ എന്നുള്ള നിലയിലാണ് മാർക്ക് ബ്ലോക്കിന്റെ ചരിത്രലോകം അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രാദേശിക ചരിത്രത്തിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന പ്രസിദ്ധനായ ഒരു ചരിത്രകാരനായിട്ടാണ് മാർക്ക് ബ്ലോക്കിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ലോകത്തിന് മുന്നിൽ ഈ പ്രാദേശിക ചരിത്ര മാതൃകകൾക്ക് ഊന്നൽ നൽകിയ ഒരു ചരിത്ര ശാഖയെ അറിയപ്പെടുന്ന പേരാണത്. അനൽസ് സ്കൂൾ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന്റെ ഈ വിഭാഗത്തെ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററിയെ കുറിച്ച് നോക്കാം, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകമായ ആൻ എസ്സേ ഓൺ ഇറ്റ്സ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തില് മധ്യകാലഘട്ടം മുതൽ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം വരെയുള്ള ഫ്രാൻസിലെ കാർഷിക മേഖലയെയും അവിടുത്തെ സംഘടനകളെയും അവരെങ്ങനെയായിരുന്നു നിലനിന്നിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശാലമായ പഠനമാണ് മാർക്ക് ബ്ലോക്ക് തന്റെ ആൻ എസ്സേ ഓൺ ഇറ്റ്സ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത്. നമുക്കറിയാം, ഫ്രഞ്ച് സമൂഹം ലോകത്തിനെല്ലാം മാതൃകയായ ഒരു വിഭാഗമായിരുന്നു. അവിടുത്തെ ഫ്യൂഡൽ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടുത്തെ കാർഷിക സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർഷകരുടെ ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കാർഷിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലെ ആളുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു, മധ്യകാലഘട്ടം മുതൽ ഈ പറയപ്പെടുന്ന ഈ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം വരെയുള്ള ഒരു ദീർഘകാലത്തെ ഫ്രഞ്ച് സമൂഹത്തിന്റെ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ പഠന വിഷയമായി അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു കാണിക്കപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ബ്ലോക്കിന്റെ ഇന്റർ ഡിസിപ്ലിനറി മെത്തഡോളജിയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അന്തർവിഷയ രീതിശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും കൃഷിശാസ്ത്രവും അതോടൊപ്പം തന്നെ കാർട്ടോഗ്രാഫി, പുരാവസ്തുശാസ്ത്രം, വ്യോമ ഫോട്ടോഗ്രാഫി എന്നിവയൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സ്രോതസ്സുകളായിട്ട് അറിയപ്പെട്ടിരുന്നത്. അല്ലെ? എന്താണ് കൃഷിശാസ്ത്രം? ഒരു സമൂഹത്തിന് നിലനിൽക്കുന്ന അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്സും അതോടൊപ്പം തന്നെ ഏത് രീതിയിലുള്ള കൃഷിയായിരുന്നു ചെയ്തിരുന്നത്, ഏതു തരത്തിലുള്ള വിളവുകളായിരുന്നു അവിടെ നിന്ന് ലഭിച്ചിരുന്നത്, അതിനെ എങ്ങനെയായിരുന്നു അവർ വിപണനം ചെയ്തിരുന്നത്, അതിൽ നിന്നും ഏത് തരത്തിലുള്ള ലാഭവിഹിതങ്ങളാണ് കർഷകർക്കും അത് വിൽക്കപ്പെടുന്നവർക്കും കിട്ടിയിരുന്നത് എന്നുള്ളതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കൃഷിശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെ? ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്നുള്ള ഒരു ഭാഗമാണ്. ചരിത്രപരമായ സാമൂഹ്യ ശാസ്ത്രം എന്നുള്ളതാണ്, അല്ലെ? എന്താണ് ചരിത്രപരമായ സാമൂഹ്യ ശാസ്ത്രം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പരാമർശിക്കുന്നത് ഗ്രാമീണ മനോഭാവങ്ങളും കൃഷിയുടെ ദിനാചാര്യങ്ങളും ഫ്യൂഡൽ സമൂഹത്തെ കുറിച്ചുമെല്ലാമാണ് പ്രധാനമായിട്ടും ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെ? ഇനി നമുക്ക് എന്താണ് ഗ്രാമീണ മനോഭാവങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം. ഗ്രാമീണ മനോഭാവങ്ങൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കർഷകരുടെ നിലപാട് എന്തായിരുന്നു, അവർ ഏതു തരത്തിലായിരുന്നു കൃഷി ഇറക്കിയിരുന്നത്, അല്ലെങ്കിൽ കൃഷിഭൂമിയിൽ നിന്നും താങ്കൾ കൃഷി ചെയ്ത കാർഷിക വിഭവങ്ങൾ ഏതു തരത്തിലായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്, അതിന് ഏതു തരത്തിലായിരുന്നു അവർ വിപണനം ചെയ്തിരുന്നത് എന്നുള്ളതെല്ലാമാണ് പ്രധാനമായിട്ടും ഗ്രാമീണ മനോഭാവം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് കൃഷിയുടെ ദിനാചാര്യ? ഏത് തരത്തിലുള്ള കൃഷിയായിരുന്നു ചെയ്തിരുന്നത്, ഏത് തരത്തിലുള്ള വിഭവങ്ങളായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കൃഷി ഭൂമികളായിരുന്നു അവിടെ നിലനിന്നിരുന്നത് എന്നെല്ലാം ഈ ഭാഗം ചർച്ച ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂഡൽ സമൂഹത്തെ കുറിച്ചാണ്. എന്താണ് ഫ്യൂഡൽ സമൂഹം? നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനമായിട്ട് നമ്മൾ ചരിത്രത്തിൽ പലയിടങ്ങളിലായി കേട്ടുവരുന്ന പേരാണത് ഫ്യൂഡൽ സമൂഹം, അല്ലെ? ഫ്രഞ്ച് സമൂഹം പ്രധാനമായിട്ടും തട്ടുതട്ടായിട്ട് വേർതിരിക്കപ്പെട്ടതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാം. ഏതൊക്കെയാണ്? ഒന്ന് കർഷകരാണ്, മധ്യവിഭാഗമാണ്, ഉയർന്ന വിഭാഗവും ഉണ്ടായിരുന്നു. കർഷകരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുകയും മധ്യവിഭാഗം അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിഹിതങ്ങളെല്ലാം കണ്ടെത്തുകയും ഉയർന്ന വിഭാഗം ഇവരെയെല്ലാം ഡൊമൈൻ ചെയ്തുകൊണ്ട് അടക്കി ഭരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തിൽ പരമ്പരാഗതമായി കണ്ടുവന്നിരുന്ന സംവിധാനങ്ങൾ. ഇതിനെയെല്ലാം പഠന വിധേയമാക്കിക്കൊണ്ട് നടത്തുന്ന പഠന വിഭാഗത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണത്
എന്ത് ചരിത്രപരമായ സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സോഷ്യോളജി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ചരിത്രകാരനാണ് ഇമാനുവൽ ലെറോയ് ലഡ്യൂറി എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭാവനയെ അറിയപ്പെടുന്ന പേരാണ് എക്കോ ഹിസ്റ്ററി അല്ലെങ്കിൽ പാരിസ്ഥിതിക ചരിത്രം. അക്കാലം അത്രയും ചരിത്രകാരന്മാരെല്ലാം തന്നെ പ്രദേശത്തെക്കുറിച്ചും പ്രദേശത്തെ ആളുകളെ കുറിച്ചും വിഭാഗങ്ങളെ കുറിച്ചും പഠിച്ച സമയത്ത് ഇമാനുവൽ ലെറോയ് ലഡ്യൂറി എന്ന് പറയപ്പെടുന്ന ചരിത്രകാരൻ മറ്റൊരു രീതിയിലേക്ക് ചരിത്ര രചനയെ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സിസ്റ്റം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിക് എക്കോസിസ്റ്റം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഹോമിയോസ്റ്റാറ്റിക് എക്കോസിസ്റ്റം എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ചരിത്ര പഠനത്തെ മറ്റൊരു തരത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ഒരു രീതിയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും നിലനിന്നിരുന്നത് ലാംഗ്യോഡോക് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്തെ ജനസംഖ്യ, അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ കാലത്തിൽ നിലനിന്നിരുന്ന ക്ഷാമവും പ്ലേഗ് രോഗം, ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇവയുടെ എല്ലാം സമനില നിർത്തിക്കൊണ്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പഠന വിഷയം അല്ലെങ്കിൽ ആസ്പദമാക്കിയിരുന്ന വിഷയം എന്നുള്ളത്. ഇതിനറിയപ്പെട്ടിരുന്ന പേരാണ് ഹോമിയോസ്റ്റാറ്റിക് എന്നാണ് ഈ ഒരു പറയപ്പെടുന്ന സംവിധാനത്തെ അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ മറ്റൊരു രീതിയിൽ പഠന വിഷയത്തെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഇമാനുവൽ ലെറോയ് ലഡ്യൂറി എന്ന് പറയപ്പെടുന്ന ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്ര വിഭാഗത്തിന്റെ പേര് മറക്കരുത്. എന്താണ്? എക്കോ ഹിസ്റ്ററി എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ഇമാനുവൽ ലെറോയ് ലഡ്യൂറിയുടെ വിഭാഗത്തെ അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള മറ്റൊരു ഭാഗമാണ് മോണ്ടസ്ക്യൂയുടെ മൈക്രോ ഹിസ്റ്ററി. അല്ലെ, മൈക്രോ ഹിസ്റ്ററി എന്നുള്ള എന്ന് പറയപ്പെടുന്ന സംവിധാനത്തെ തുടക്കം കുറിക്കുന്നത് ഈ പറയപ്പെടുന്ന മോണ്ടസ്ക്യൂയുടെ ഒരു കൃതിയുണ്ട്. അല്ലെ, ലഡ്യൂറി എന്ന് പറയപ്പെടുന്ന ലഡ്യൂറിയുടെ മോണ്ടസ്ക്യൂ എന്ന് പറയപ്പെടുന്ന കൃതിയിലൂടെയാണ് ഇത് ചരിത്ര ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അല്ലെ, 14ാം നൂറ്റാണ്ടില് മോണ്ടസ്ക്യൂ എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതവും കാതറിസം പോലെയുള്ള വിശ്വാസങ്ങളെയും പഠന വിധേയമാക്കിയിട്ടായിരുന്നു ഈ ചരിത്ര വിഭാഗം നിലനിന്നിരുന്നത്. അല്ലെ, ഇതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന എന്താണ്? ഈ പറയപ്പെടുന്ന കാതറിസം പോലെയുള്ള ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെ, മധ്യകാല സമൂഹങ്ങൾക്കിടയിൽ. ഇതിനെയെല്ലാം തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര വിവരണമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന മോണ്ടസ്ക്യൂയുടെ മൈക്രോ സ്റ്റഡി എന്നുള്ള ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇൻക്വിസിഷൻ എന്ന് പറയപ്പെടുന്ന ഒരു ഫുർണിയൽ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു അപൂർവ മാതൃക ഈ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു എന്നുള്ളതെല്ലാം ഈ പാഠഭാഗത്തോട് കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയ സംഭവ വികാസങ്ങളാണ്. ഇനി നമുക്ക് വാമൊഴി ചരിത്രവും പോൾ തോംസണും എന്നുള്ള ഒരു ഭാഗമാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്ക് ബ്ലോക്കിനെ പോലെ തന്നെ ലോക്കൽ ഹിസ്റ്ററിയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകപ്പെട്ടിരുന്ന ഒരു ചരിത്രകാരനാണ് പോൾ തോംസൺ. അല്ലെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വാമൊഴി ചരിത്രവും നിർവചനവും എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ദ ഡെഫിനിഷൻ ഓഫ് ഓറൽ ഹിസ്റ്ററി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും അദ്ദേഹം തന്റെ ചരിത്ര ഭാഗങ്ങളിൽ ഓറൽ ഹിസ്റ്ററിയിലെ പരമ്പരാഗതമായി നമ്മൾ പറഞ്ഞു വന്നിരുന്ന വാമൊഴി ചരിത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര്? പോൾ തോംസൺ എന്ന് പറയപ്പെടുന്ന ചരിത്രകാരൻ. വാമൊഴി ചരിത്രങ്ങൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്താണ്? മുൻകാലത്തെ ആളുകൾ പരമ്പരാഗതമായി തുടർന്നു പോരുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്ന ആളുകൾ നമുക്ക് പരമ്പരാഗതമായി പറഞ്ഞു തരുന്നതുമായ ചരിത്രങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണെന്ത്? ഓറൽ ഹിസ്റ്ററി എന്നുള്ളത്. അല്ലെ, ഇനി എന്താണ് ഓറൽ ട്രഡീഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഓറൽ ട്രഡീഷനിലുള്ള സംഭവ വികാസങ്ങൾ ഒന്ന് ഐതിഹ്യങ്ങളാണ്, മറ്റൊന്ന് കെട്ടുകഥകളാണ്, മറ്റൊന്ന് ഓർമ്മക്കുറിപ്പുകളാണ്. എന്താണ് ഐതിഹ്യങ്ങൾ? ഐതിഹ്യങ്ങൾ എന്നുള്ളത് ഒരിക്കലും നിലനിൽക്കാത്ത ഒരു സംഭവങ്ങളാവാം. ഐതിഹ്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു ചരിത്ര സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ഈ ചരിത്ര വിഭാഗങ്ങൾ ഇന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇതിന് നമ്മൾ
ഇനി എന്താണ് കെട്ടുകഥകൾ? കെട്ടുകഥകൾ എന്നുള്ളത് അങ്ങനെ ഒരു ചരിത്ര സംഭവം തന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ഭാഗങ്ങളിലൂടെ എഴുതപ്പെടുന്ന കഥകളെയാണ് നമ്മൾ കെട്ടുകഥകൾ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ചരിത്ര ഭാഗത്തിൽ തന്നെ നടന്നിട്ടുണ്ടാവില്ല. അത്തരം വിഭാഗത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണിത് കെട്ടുകഥകൾ എന്നുള്ളത്. പിന്നെയുള്ള ഒരു ഭാഗമാണിത് ഓർമ്മക്കുറിപ്പുകൾ. എന്താണ് ഓർമ്മക്കുറിപ്പുകൾ? നമ്മുടെ നാട്ടിലെ ചില വ്യക്തികൾ ഉണ്ടാവാം, ചില സമൂഹങ്ങൾ ഉണ്ടാവാം, ചില സമൂഹത്തിന്റെ വിവരണങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് അല്ലെ. നമ്മുടെ നാട്ടിലെ ചില കലാപങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ജീവാർപ്പണം ചെയ്യപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗം പോൾ തോംസന്റെ തന്നെ ഡെമോക്രാറ്റിക് പാസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഭാഗത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ വോയിസ് ഓഫ് ദ പാസ്റ്റ് എന്ന കൃതിയിൽ തന്റെ ഭൂതകാലത്തിന്റെ ശബ്ദം എന്ന് പറയപ്പെടുന്ന ഭാഗത്തിൽ അദ്ദേഹം സാധാരണക്കാരുടെ ജീവിതവും അവരുടെ വൈകാരികമായ സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം തന്നെ പോൾ തോംസൺ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം സാധാരണക്കാരന്റെ വികാരങ്ങളും അവൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവന്റെ ജീവിത രീതികളെ കുറിച്ചെല്ലാം തന്നെ പോൾ തോംസൺ തന്റെ പുസ്തകമായ ദ വോയിസ് ഓഫ് ദ പാസ്റ്റ് എന്ന കൃതിയിലൂടെ വിവരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗം ശബ്ദമില്ലാത്തവരുടെ കഥകൾ അഥവാ ദ സ്റ്റോറീസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗമാണ്. എന്താണ് ദ സ്റ്റോറീസ് ഓഫ് വോയിസ്ലെസ്? സാധാരണക്കാരുടെ കഥകളാണ് അല്ലെ. ദ ഹിസ്റ്ററി ഓഫ് ബിലോ. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാധാരണക്കാരനെ കുറിച്ച്, ഒരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ ആ പ്രദേശത്തെ സാധാരണക്കാരന്റെ കൂടെ നമ്മൾ പഠനം നടത്തുമ്പോഴാണ് നമ്മുടെ പഠനം പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ അപൂർണമായ ചരിത്ര വിവരണമായി അതിനെ നമ്മൾ എഴുതി തള്ളപ്പെടും അല്ലെ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗത്തെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. എന്താണ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് മൈക്രോ ഹിസ്റ്ററി? നമ്മൾ മൈക്രോ ഹിസ്റ്ററിയെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് മൈക്രോ ഹിസ്റ്ററി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 1970-കളിൽ ഇറ്റലിയിലാണ് ഈ പറയപ്പെടുന്ന ഒരു രീതി വ്യാപിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിന് ആരംഭം കുറിക്കുന്നത് 1970-കളിൽ ഇറ്റലിയിലാണ് ഈ ഒരു രീതിയിൽ പഠനം ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും ചെറിയ സ്ഥലങ്ങളിലെ വലിയ ചോദ്യങ്ങളായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് നിലനിന്നിരുന്നത് അല്ലെ. മൈക്രോ ഹിസ്റ്ററി എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? സൂക്ഷ്മമായ പഠനമാണ്. ഒരു സമൂഹത്തെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മമായ പഠനമാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൈക്രോ ഹിസ്റ്ററി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗം ദ ക്രിറ്റിസിസം ഓഫ് മാക്രോ ഹിസ്റ്ററി എന്നുള്ളതാണ് അല്ലെ. എന്താണ് മാക്രോ ഹിസ്റ്ററി? മാക്രോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വിപുലമായ പഠനത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണെന്ത്? മാക്രോ ഹിസ്റ്ററി. ഇതിന്റെ ക്രിറ്റിസിസം അഥവാ ഇതിന്റെ വിമർശനം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ബ്രൗഡിനെ പോലെയുള്ള വലിയ സിദ്ധാന്തങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന മാക്രോ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നു. ഇനി ഈ ചരിത്രഭാഗത്തിന്റെ അവസാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ചരിത്രകാരൻ കൂടെ ഉണ്ട്. ആരാണ്? കാർലോ ജിൻസ്ബർഗ് എന്ന് പറയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ ചരിത്രകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മൈക്രോ ഹിസ്റ്ററിയിൽ കൂടുതൽ സംഭാവനകൾ, അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രധാന ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു ആരാ? കാർലോ ജിൻസ്ബർഗ് എന്ന് പറയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ ചീസ് ആൻഡ് ദി വോംസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. മൈക്രോ ഹിസ്റ്ററിയിൽ കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതി വെക്കപ്പെട്ട പുസ്തകമായിരുന്നു ദ ചീസ് ആൻഡ് ദി വോംസ് എന്ന് പറയപ്പെടുന്ന പുസ്തകം അല്ലെ. ഇതിൽ പ്രധാനമായിട്ടും ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിലെ മതവിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിന് വിചാരണ ചെയ്യപ്പെട്ട മെനോലിക്ക എന്ന് പറയപ്പെടുന്ന ഒരു മിഷനറിയുടെ അല്ലെങ്കിൽ ഒരു മില്ലറുടെ കഥയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് റോമൻ ഇൻക്വിസിഷൻ എന്ന് പറയപ്പെടുന്ന രേഖകളാണ് ഇതിന്റെ പ്രധാന സ്രോതസ്സുകളായി അദ്ദേഹം കാണിക്കുന്നത്. ഇനി ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോപ്പുലർ ആൻഡ് ഒഫീഷ്യൽ കൾച്ചർ എന്താണെന്നുള്ളതാണ് അല്ലെ. എന്താണ്? ജനപ്രിയവും ഔദ്യോഗികപരവുമായ സംസ്കാരങ്ങൾ അല്ലെ. നമ്മുടെ നാടുകളിലെല്ലാം പോപ്പുലറായ ജനപ്രിയമായ ചില സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേക ആചാരങ്ങളെല്ലാം നിലനിൽക്കും അല്ലെ. ഉദാഹരണമായിട്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെ എന്തുണ്ടാകും? വിഷു ഉണ്ടാവും അല്ലെ. ഇനി നമ്മൾ കർണാടകയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നുണ്ടാകും അത് പൊങ്കൽ. തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പൊങ്കൽ. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം പോവുകയാണെങ്കിൽ പ്രത്യേക വിഭാഗങ്ങളുടെ ചില സംസ്കാരങ്ങളും ചില ആചാരങ്ങളും
ചില 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 ഉത്സവങ്ങളുമെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതെല്ലാം എന്തിനുദാഹരണമാണ്? ജനപ്രിയവും ഔദ്യോഗികവുമായ സംസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ഒരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.